ഓം ഡിവൈൻ വ്ലോഗ്സ് വിത്ത് ഇന്ദുവിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നമ്മൾ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൻ്റെ ധ്യാന ശ്ലോകങ്ങൾ കേട്ടുകഴിഞ്ഞു. ഇനിയും സ്തോത്രം ഒന്ന് പാരായണം ചെയ്ത് അതിൻ്റെ ലഘുവായിട്ടുള്ള അർത്ഥമൊന്ന് പറയാൻ ശ്രമിക്കാം. ഓം ശ്രീ മാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി. ആദ്യം തന്നെ അമ്മായി ശ്രീമാതാ, ഐശ്വര്യമൂർത്തിയായ അത്യുത്കൃഷ്ടമായി പ്രകാശിക്കുന്ന അമ്മ. നമുക്കറിയാം, താപത്രയത്താൽ ക്ലേശിക്കുന്ന മനുഷ്യർ ദുഃഖശാന്തിക്കായി ജഗദംബിയെയാണ് വിളിച്ച് കേഴുന്നത്. അമ്മ വാത്സല്യമൂർത്തിയാണ്. ലോകമാതാവായ അമ്മ സൃഷ്ടിയാണ്. അമ്മ തന്നെയാണ് സൃഷ്ടി നടത്തുന്നത്. അതുകൊണ്ട് അമ്മയെ ശ്രീമാതാ എന്ന് നമ്മൾ വിളിക്കുന്നു. അടുത്തത് ശ്രീ മഹാരാജ്ഞി. സകല ലോകങ്ങളെയും അമ്മ പരിപാലിക്കുന്നതിനാൽ അമ്മയെ മഹാരാജ്ഞിയായി പറയുന്നു. അടുത്തത് ശ്രീമത് സിംഹാസനേശ്വരി. ശ്രീമത് എന്ന് വെച്ചാൽ അതിശ്രേഷ്ഠമായ സിംഹാസനത്തിലിരിക്കുന്ന ദേവി. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദേവിയുടെ വാഹനം സിംഹമാണ്. ആ പ്രപഞ്ചത്തെ സംഹരിക്കുന്നവൾ എന്നും ഒരർത്ഥമുണ്ട്. ഈ 3 നാമങ്ങൾ, അതായത് ശ്രീമാതാ, ശ്രീ മഹാരാജ്ഞി, ശ്രീമത് സിംഹാസനേശ്വരി, ഈ നാമങ്ങൾ കൊണ്ട് ദേവി പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാര കർത്തൃയാണെന്ന് പറയുന്നു. അടുത്തത് ചിദഗ്നികുണ്ഠ സംഭൂത ദേവകാര്യ സമുദ്യത. എന്താണ് ചിദഗ്നികുണ്ഠ സംഭൂത? സംഭൂത എന്ന് വെച്ചാൽ ഉദ്ഭവിച്ചു. എവിടെ നിന്ന്? ചിദഗ്നികുണ്ഠത്തിൽ നിന്നും ഉദ്ഭവിച്ച ദേവി. നമ്മൾ കണ്ടുകഴിഞ്ഞു, ഭണ്ഡാസുരനാൽ പീഡിതരായ ദേവന്മാർ 10 നാഴിക ചുറ്റളവിൽ ഒരു അഗ്നികുണ്ഠം നിർമ്മിച്ചു. അവർ ദേവിയെ ഉപാസിച്ചു. അങ്ങനെ ദേവി പ്രസന്നയായി ദർശനമരുളി. അങ്ങനെ ചിദഗ്നികുണ്ഠത്തിൽ നിന്നും സംഭൂതയാണ് ലളിതാംബികാദേവി. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ചിത്ത്. ചിത്ത് എന്ന വാക്കിന് ബോധമെന്നും ബ്രഹ്മമെന്നും അർത്ഥമുണ്ട്. ചിത്ത് എന്ന അഗ്നികുണ്ഠത്തിൽ നിന്നും, അതായത് ബോധമാകുന്ന അഗ്നിയിൽ നിന്നും ഉദ്ഭവിച്ചവൾ ആണ് ജഗദംബികയെന്നും പറയുന്നുണ്ട്. അടുത്തത് ദേവകാര്യ സമുദ്യത. ദേവകാര്യാർത്ഥം രൂപം കൊണ്ട ദേവിയാണ് ലളിതാംബികാദേവി. അമ്മയായ പരാശക്തി ഭക്തരെ അനുഗ്രഹിക്കാനായി പല അവതാരങ്ങളും എടുത്തിട്ടുണ്ട്. അതാണ് ദേവകാര്യ സമുദ്യത. ഇനി അങ്ങോട്ട് ദേവിയുടെ സ്ഥൂലമായ രൂപത്തെക്കുറിച്ച് വർണ്ണിക്കുന്നു. നോക്കാം. ഉദ്യദ്ഭാനു സഹസ്രാഭ ചതുർബാഹു സമന്യുത. എന്താണ് ഉദ്യദ്ഭാനു സഹസ്രാഭ? ആഭ എന്ന് വെച്ചാൽ ശോഭ. എന്തിൻ്റെ ശോഭ? സഹസ്ര, ആയിരക്കണക്കിന്, ഉദ്യദ്ഭാനു 1000 ഉദയസൂര്യന്മാരുടെ ശോഭയാണ് അമ്മയ്ക്കുള്ളത്. അതാണ് ഉദ്യദ്ഭാനു സഹസ്രാഭ. അടുത്തത് ചതുർബാഹു സമന്യുത. ചതുർബാഹു, ബാഹു എന്ന് വെച്ചാൽ കൈകൾ, 4 കൈകളുള്ള അമ്മ ദേവി. ദേവിയുടെ ധ്യാനസ്വരൂപത്തിൽ നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇനിയാണ് രാഗസ്വരൂപ പാശാഠ്യ ക്രോധാകാരാങ്കുശോജ്വല. രാഗസ്വരൂപ പാശ ആഢ്യ, അതായത് രാഗമാകുന്ന പാശം ധരിച്ചിരിക്കുന്ന ദേവി. ദേവി പാശം എവിടെയാണ് ധരിച്ചിരിക്കുന്നത്? ഇടതുഭാഗത്തെ 2 തൃക്കൈകളിൽ താഴത്തെ കൈയിലാണ് ദേവി പാശം ധരിച്ചിരിക്കുന്നത്. അത് നമുക്ക് ലോകത്ത് ആരുമായും കൂടിച്ചേരണമെങ്കിലും ആരുമായിട്ടും രാഗമുണ്ടാകണമെങ്കിലും ദേവി വിചാരിക്കണം. അതാണ് ദേവിയുടെ കയ്യിലാണ് ആ പാശം അതിന് ധരിച്ചിരിക്കുന്നത്. അടുത്തത് ക്രോധാകാരാങ്കുശോജ്വല. അങ്കുശം, ക്രോധാകാരാങ്കുശോജ്വല, ക്രോധമാകുന്ന അങ്കുശം, അതായത് തോട്ടി ധരിച്ചുകൊണ്ട് പ്രശോഭിക്കുന്നു. ഉജ്ജ്വലമായിരിക്കുന്നു ദേവി. ദേവി അങ്കുശം എവിടെയാണ് ധരിച്ചിരിക്കുന്നത്? വലതുവശത്തെ 2 തൃക്കൈകളിൽ താഴത്തെ കൈയിലാണ് അങ്കുശം ധരിച്ചിരിക്കുന്നത്.
അടുത്തത് മനോരൂപേക്ഷു കോദണ്ഡ പഞ്ചതന്മാത്ര സായക. മനോരൂപേക്ഷു, ഇക്ഷു എന്ന് വെച്ചാൽ കരിമ്പ്, കോദണ്ഡ എന്ന് വെച്ചാൽ വില്ല്, അതായത് മനസ്സാകുന്ന കരിമ്പ് വില്ല് ധരിച്ചിരിക്കുന്ന ദേവി. നമ്മുടെ മനസ്സിനെ ദേവിയാണ് ചലിപ്പിക്കുന്നത്. അപ്പോൾ മനസ്സ് ദേവിയുടെ കയ്യിലെ ഒരു ആയുധമാണ്. അതാണ് കരിമ്പ് വില്ല് ധരിച്ചിരിക്കുന്ന ദേവി എന്ന് പറയുന്നത്. കരിമ്പ് വില്ല് ഇടതുവശത്തെ മുകളിലുള്ള കയ്യിലാണ് ദേവി ധരിച്ചിരിക്കുന്നത്. അടുത്തത് പഞ്ചതന്മാത്ര സായക. പഞ്ചതന്മാത്ര എന്തൊക്കെയാണ്? 5 തന്മാത്രകൾ: ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ഈ 5 തന്മാത്രകളെ ബാണങ്ങളായി ദേവി ധരിച്ചിരിക്കുന്നു. അതാണ് പഞ്ചതന്മാത്ര സായക. ഇവിടെ ഇന്ദ്രിയങ്ങളുടെ കാര്യമാണ് പറയുന്നത്. ഇന്ദ്രിയ നിഗ്രഹം ദേവിയുടെ കയ്യിലാണ്. ഇതെവിടെയാ ഈ ബാണങ്ങളെ ദേവി ധരിച്ചിരിക്കുന്നത്? വലതുവശത്തെ മുകളിലത്തെ കയ്യിലാണ് ദേവി ഈ ബാണങ്ങൾ ധരിച്ചിരിക്കുന്നത്. അടുത്തത് നോക്കാം. നിജാരുണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡമണ്ഡല. ഇത് ഒറ്റ നാമമാണ്. നിജാരുണ അതായത് ചുവപ്പ് നിറമാർന്ന തൻ്റെ കാന്തിപ്രവാഹത്താൽ മജ്ജത് മുക്കുന്നു. എന്തോത്തിനെ? ബ്രഹ്മാണ്ഡമണ്ഡല. ഈ ബ്രഹ്മാണ്ഡമണ്ഡലങ്ങളെയെല്ലാം ദേവി തൻ്റെ കാന്തിപ്രവാഹത്തിൽ, ആ ചുവപ്പ് നിറമാർന്ന കാന്തിപ്രവാഹത്തിൽ മുക്കി പ്രകാശിപ്പിക്കുന്നു. അടുത്തത് ചമ്പകാശോക പുന്നാഗ സൗഗന്ധിക ലസത്കജ. ചമ്പകം, അശോകം, പുന്നാഗം, സൗഗന്ധികം എന്നീ പൂക്കൾ കൊണ്ട് അമ്മയുടെ തലമുടി ശോഭിക്കുന്നു. അത്ര സുഗന്ധവുമാണ് അമ്മയുടെ ആ തലമുടിക്ക് ഉള്ളത്. അടുത്തത് കുരുവിന്ദ മണിശ്രേണി കനത്കോടീര മണ്ഡിത. കുരുവിന്ദ മണിശ്രേണി എന്താണ്? പത്മരാഗം തുടങ്ങിയ, അതാണ് കുരുവിന്ദ മണിശ്രേണി. ശ്രേണി എന്ന് വെച്ചാൽ ആ രത്നങ്ങളുടെ നിരകൾ. ആ രത്നങ്ങളുടെ നിരകളാൽ ശോഭിക്കുന്ന എന്താണ്? കോടീരം. ഇവിടെ അമ്മയുടെ കിരീടത്തെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. അത്രയ്ക്ക് മനോഹരമായ രത്നങ്ങൾ കൊണ്ട് ശോഭിക്കുന്ന അമ്മയുടെ കിരീടം. അടുത്തത് അഷ്ടമീ ചന്ദ്ര ബിഭ്രാജദളികസ്ഥല ശോഭിത. ഇവിടെ നമുക്കൊന്ന് ശ്രദ്ധിക്കണം. അഷ്ടമീ ചന്ദ്ര ബിഭ്രാജദളിക, ദളിക എന്ന് വായിക്കരുത്. അഷ്ടമീ ചന്ദ്ര ബിഭ്രാജത് അളികസ്ഥലം. അളികസ്ഥലം എന്ന് വെച്ചാൽ നെറ്റിത്തടത്തെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അമ്മയുടെ നെറ്റിത്തട എങ്ങനെയാണ്? അഷ്ടമീ ചന്ദ്ര, അഷ്ടമി നാളിലെ ചന്ദ്രനെ പോലെ. അഷ്ടമി നാളിലെ ചന്ദ്രൻ എങ്ങനെയുള്ളതാണ്? അർദ്ധചന്ദ്രാകൃതിയിലാണ്. അങ്ങനെ അർദ്ധചന്ദ്രാകൃതിയിൽ വിളങ്ങുന്ന നെറ്റിത്തടമുള്ള ദേവിയാണ് ലളിതാംബിക. അടുത്തത് മുഖചന്ദ്ര കളങ്കാഭ മൃഗനാഭി വിശേഷക. മൃഗനാഭി അതായത് കസ്തൂരി. അമ്മയുടെ മുഖത്തിന് ചന്ദ്രനെ പോലെയാണ് ഉപമിച്ചിരിക്കുന്നത്. ചന്ദ്രന് കളങ്കം അലങ്കാരമായിരിക്കുന്നത് പോലെ ദേവിയുടെ തിരുനെറ്റിയിലണിഞ്ഞ കസ്തൂരിപ്പൊട്ട് മുഖത്തിന് അലങ്കാരമായിരിക്കുന്നു. അങ്ങനെ ശോഭയുള്ള അമ്മയുടെ ആ കസ്തൂരി പൊട്ടിനെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അടുത്തത് വദനസ്മരമാംഗല്യ ഗൃഹതോരണ ചില്ലിക. ഇവിടെ ചില്ലിക, പുരികത്തിനെയാണ് ഇനി അടുത്തതായി വർണ്ണിക്കുന്നത്. ദേവിയുടെ പുരികക്കൊടികൾ കാമരാജഗൃഹത്തിൻ്റെ, അതാണ് സ്മരമാംഗല്യഗൃഹ. സ്മരൻ എന്ന് വെച്ചാൽ കാമദേവൻ. കാമദേവൻ്റെ മാംഗല്യഗൃഹം, അതാണ് കാമരാജഗൃഹം. ആ കാമരാജഗൃഹത്തിൻ്റെ ആ പ്രവേശനദ്വാരത്തിലുള്ള കമാനങ്ങളായിട്ട്, കമാനങ്ങൾ എങ്ങനെയാണ്? അർദ്ധവൃത്താകൃതിയിലാണ്. അങ്ങനെ മനോഹരമായിരിക്കുന്നു അമ്മയുടെ പുരികങ്ങൾ. അടുത്തത് വക്ത്രലക്ഷ്മി പരീവാഹ ചലന്മീനാഭലോചന. ഇവിടെ ദേവിയുടെ കണ്ണുകളെയാണ് വർണ്ണിക്കുന്നത്. എങ്ങനെയാണ് അമ്മയുടെ കണ്ണുകൾ? മുഖകാന്തിയുടെ, അമ്മയുടെ മുഖകാന്തി നമ്മൾ കണ്ടു കഴിഞ്ഞു. ആ മുഖകാന്തിയുടെ പ്രവാഹത്താൽ തത്തിക്കളിക്കുന്ന 2 മീനുകളാണോ എന്ന് തോന്നും വിധമാണ് അമ്മയുടെ ആ കൺമിഴികൾ.
കൺമിഴി അമ്മ ഇങ്ങനെ കൃഷ്ണമണി ഇളക്കിക്കൊണ്ടേയിരിക്കുന്നു എന്ന അർത്ഥം. ദേവിയുടെ ആ കൃപാകടാക്ഷം കൊണ്ട് ഭക്തരായ നമ്മളെ അമ്മ പോഷിപ്പിക്കുന്നു, സർവ്വവിധ ഐശ്വര്യങ്ങളും നൽകുന്നു. അടുത്തത് നവചമ്പക പുഷ്പാഭനാസാദണ്ഡ വിരാജിത. ഇവിടെ അമ്മയുടെ നാസാദണ്ഡം, മൂക്കിനെയാണ് വർണ്ണിക്കുന്നത്. എങ്ങനെയാണ്? നവചമ്പക പുഷ്പം, അതായത് പുതുതായി വിടർന്ന ചെമ്പകപ്പൂ പോലെ മനോഹരമായി ശോഭിക്കുന്ന നാസികയാണ് അമ്മയ്ക്ക് ഉള്ളത്. അടുത്തത് താരാകാന്തി തിരസ്കാരി നാസാഭരണ ഭാസുര. ഇവിടെ നാസാഭരണം എന്താണത്? മൂക്കുത്തി. അമ്മയുടെ മൂക്കുത്തി എങ്ങനെയാണ്? താരാകാന്തി, നക്ഷത്രങ്ങളുടെ ശോഭയെ, തിരസ്കാരി എന്ന് വെച്ചാൽ വെല്ലുന്ന വിധം, നക്ഷത്രങ്ങളുടെ ശോഭയെ വെല്ലുന്ന വിധം മൂക്കിലണിഞ്ഞ ആഭരണങ്ങളാൽ തിളങ്ങുന്നു. അതാണ് അമ്മയുടെ മൂക്കുത്തി. അത്രയ്ക്ക് മനോഹരമാണ്. നമ്മൾ ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ ഈ ശ്ലോകങ്ങളെല്ലാം പാരായണം ചെയ്യുമ്പോൾ അമ്മയുടെ മുഖം, നെറ്റിത്തടം, കണ്ണ്, മൂക്ക്, മൂക്കുത്തി ഇതെല്ലാം ഭംഗിയായി ആസ്വദിച്ച് ജപിക്കുകയാണെങ്കിൽ കൂടുതൽ പ്രയോജനം നമുക്ക് ലഭിക്കും. അത്ര മനോഹരമായി നമുക്ക് ജപിക്കാൻ സാധിക്കും. അടുത്തത് കദംബമഞ്ജരി ക്ലിപ്ത കർണപൂര മനോഹര. ഇവിടെ കാതിൻ്റെ മേൽഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. എങ്ങനെയാണ്? കദംബമഞ്ജരി, അതായത് കടമ്പിൻ്റെ പൂക്കുല കൊണ്ട് കാതിൻ്റെ മേൽഭാഗം അലങ്കരിച്ചു, ക്ലിപ്ത അലങ്കരിച്ച് ശോഭിക്കുന്നു അമ്മയുടെ കാതിൻ്റെ മേൽഭാഗം. അതാണ് കദംബമഞ്ജരി ക്ലിപ്ത കർണപൂര മനോഹര, മനോഹരമായി ശോഭിക്കുന്നു. അടുത്തത് താടങ്കയുഗളീഭൂത തപനോടുപമണ്ഡല. തപനമണ്ഡലം, ഉടുപമണ്ഡലം, അതാണ് തപന ഉടുപ, തപനോടുപമണ്ഡല. ഇവിടെ അമ്മയുടെ കാതിലണിഞ്ഞിരിക്കുന്ന തോട, കമ്മലിനെയാണ് സൂചിപ്പിക്കുന്നത്. എങ്ങനെയുള്ള കമ്മലാണ് അമ്മ അണിഞ്ഞിരിക്കുന്നത്? സൂര്യചന്ദ്രന്മാരെയാണ് അമ്മ കർണ ആഭരണങ്ങളാക്കി മാറ്റിയിരിക്കുന്നത്. അതാണ് താടങ്കയുഗളീഭൂത തപനോടുപമണ്ഡല. അത്രയ്ക്ക് ശോഭയുള്ളതാണ് അമ്മയുടെ കമ്മലുകൾ. അടുത്തത് പത്മരാഗ ശിലാദർശ പരിഭാവി കപോലഭൂ. അതായത് പത്മരാഗരത്നം കൊണ്ട് നിർമ്മിച്ച കണ്ണാടിയുടെ ശോഭയ്ക്ക് പോലും മങ്ങലേൽപ്പിക്കുന്നു. പരിഭാവി എന്ന് വെച്ചാൽ അതിനെപ്പോലും പരാജയപ്പെടുത്തുന്നു. ശിലാദർശ എന്ന് വെച്ചാൽ കണ്ണാടി. ആ പത്മരാഗം കൊണ്ട്, ആ രത്നം കൊണ്ട് നിർമ്മിച്ച കണ്ണാടിയുടെ ശോഭയൊക്കെ മാറി നിൽക്കും വിധം മനോഹരമായി തിളങ്ങുന്ന കപോലം, കവിൾത്തടമാണ് അമ്മയ്ക്കുള്ളത്. അത്രയ്ക്ക് മനോഹരമായ കവിൾത്തടം നമ്മൾ കണ്ടു കഴിഞ്ഞു. അമ്മയുടെ കർണാഭരണങ്ങൾ സൂര്യചന്ദ്രന്മാരുടെ ശോഭയുള്ളതാണെന്ന്. അതിൻ്റെ എല്ലാം പ്രകാശമേറ്റ് അമ്മയുടെ കവിൾത്തടം മനോഹരമായി ശോഭിക്കുന്നു എന്ന് അർത്ഥം. അടുത്തത് നവവിദ്രുമബിംബശ്രീ നെക്കാരി രതനച്ഛത. നവവിദ്രുമബിംബശ്രീ നെക്കാരി രതനച്ഛത. പുത്തൻ തളിരുകളുടെയും നല്ല തൊണ്ടിപ്പഴത്തിൻ്റെയും ശോഭയെപ്പോലും നിസ്സാരമാക്കും. നെക്കാരി എന്ന് വെച്ചാൽ പരാജയപ്പെടുത്തും. എന്താണ്? അത്രയ്ക്ക് ശോഭയെ നിസ്സാരമാക്കുന്ന വിധം അമ്മയുടെ ചുണ്ടുകൾ, അതാണ് രതനച്ഛത എന്ന് വെച്ചാൽ ചുണ്ടുകൾ. അത്രയ്ക്ക് തുടുത്തു പ്രകാശിക്കുന്ന ചുണ്ടുകളാണ് അമ്മയ്ക്ക് ഉള്ളത്. ആ തൊണ്ടിപ്പഴമെല്ലാം മാറി നിൽക്കും. അതിൻ്റെ ശോഭയെ നിസ്സാരമാക്കുന്ന വിധം അമ്മയുടെ ആ ചുണ്ടുകൾ ചുവന്ന് തുടുത്ത് പ്രകാശിക്കുന്നു. അടുത്തത് ശുദ്ധ വിദ്യാങ്കുരാകാര ദ്വിജപംക്തി ദയോജ്വല. ശുദ്ധ വിദ്യാങ്കുരാകാര. ശുദ്ധവിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രീവിദ്യ. നമുക്കറിയാം ശുദ്ധവിദ്യ എന്നത് 16 അക്ഷരങ്ങളുള്ള ഷോഡശാക്ഷരി മന്ത്രമാണ്. ഇവിടെ 16 എന്ന് കൊടുത്തിരിക്കുന്നത് എന്തിനാണ്? ഇവിടെ അമ്മയുടെ പല്ലുകളെയാണ് പറയുന്നത്. ദ്വിജപംക്തി, ദ്വിജം എന്ന് വെച്ചാൽ പല്ല്. പല്ലിന് ദ്വിജം എന്ന് പേര് വരാൻ കാര്യം 2 പ്രാവശ്യം പല്ല് വരും ഇല്ലേ? ആദ്യം വരുന്ന പല്ലുകൾ
പോയിട്ടാണ് അടുത്ത പല്ല് വരുന്നത്. ആ പല്ല് ഓരോ വരിയിലും 16 പല്ല്. അങ്ങനെ ദ്വയം എന്ന് വെച്ചാൽ ഇരട്ടി, മുകളിലത്തെ നിരയിലും താഴത്തെ നിരയിലും 2 നിരയിലുമായി 16 പല്ല് വീതം ഉണ്ട്. അങ്ങനെ ഉജ്ജ്വലിച്ചിരിക്കുന്ന, പ്രകാശിച്ചിരിക്കുന്ന ദേവി. അങ്ങനെ അങ്ങനെ അതിനെ എന്തുകൊണ്ടാണ് ഉപമിച്ചിരിക്കുന്നത്? ഷോഡശാക്ഷരീ വിദ്യയുടെ അങ്കുരങ്ങൾ പോലെ 16 പല്ലുകൾ വീതം 2 വരിയിലും പ്രകാശിക്കുന്നു ദേവിക്ക് എന്ന് അർത്ഥം. അടുത്തത് കർപ്പൂര വീടികാമോദ സമാകർഷ ദിഗന്ധര. കർപ്പൂര വീടിക, അത് താമ്പൂലമാണ്. കർപ്പൂര വീടിക എന്ന് വെച്ചാൽ താമ്പൂലമാണ്. ആ ദേവി വായിൽ വെറ്റില മുറുക്കുന്നതിനെയാണ് ഇവിടെ പറയുന്നത്. ദേവിയുടെ വായിലുള്ള ആ താമ്പൂലത്തിൻ്റെ സുഗന്ധം എല്ലാ ദിക്കുകളെയും, അതാണ് സമാകർഷ ദിഗന്ധര, എല്ലാ ദിക്കുകളെയും ആകർഷിക്കുന്നു. അമ്മയുടെ ആ വെറ്റില മുറുക്കുന്നത് കർപ്പൂര വീടിക, ആ താമ്പൂലം എന്തൊക്കെ ചേർത്താണെന്ന് വെച്ചാൽ ഏലക്ക, ഇലവങ്ങം, കർപ്പൂരം, കസ്തൂരി, മാതള അല്ലി, ജാതിക്ക, ജാതിപത്രി, അടയ്ക്ക, നാളികേരം, കുരുമുളക്, ചുക്ക്, ചുണ്ണാമ്പ്, കൃഷ്ണതുളസി, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സുഗന്ധം എല്ലാ ദിക്കുകളെയും ആകർഷിക്കുന്നു. അങ്ങനെയുള്ള ദേവിയാണ് കർപ്പൂര വീടികാമോദ സമാകർഷ ദിഗന്ധര. ഇത്രയും ശ്ലോകങ്ങളുടെ സാമാന്യാർത്ഥം നമുക്ക് ഇന്ന് പഠിക്കാം. എല്ലാവർക്കും കുറച്ചെങ്കിലും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഹരി.